OG നമ്മുടെ പവൻ കല്യാൺ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച തിയേറ്റർ റിലീസ് വന്ന സിനിമയാണ് OG എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു തെലുങ്ക് സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യലായ OTT റിലീസ് അപ്ഡേറ്റ് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. ഒരു അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. അതിനു പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. OG ദ റിയൽ OG എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. നമ്മുടെ പവൻ കല്യാൺ അതുപോലെ തന്നെ അർജുൻ ദാസ് എന്നിവരൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. മ്യൂസിക് കമ്പോസിങ് നമ്മുടെ തമൻ ജി ആണ്. തമന്റെ അടിപൊളി വർക്കാണ് ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നത്. പടത്തിലെ ഓരോ മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും BGM ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇയർഫോണിലാണെങ്കിലും സ്പോട്ടിഫൈയിലാണ് എനിക്ക് തന്നത്. തിയേറ്ററിൽ അപ്പോൾ പറയണ്ട. എന്തായാലും ഈ പടത്തിലെ മ്യൂസിക് വർക്കിനായിട്ടാണ് ഞാൻ ഈ പടം തന്നെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ തിയേറ്ററിലല്ല OTTയിൽ കാണാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം തിയേറ്ററിൽ കാണണമെങ്കിൽ പടത്തിൽ പ്ലോട്ടും കൂടി വേണം. ഈ പടത്തിൽ മെയിനായിട്ട് നല്ലൊരു പ്ലോട്ട് ആയിരുന്നില്ല. ഓൾമോസ്റ്റ് മലയാളി ഓഡിയൻസ് സിനിമ അങ്ങനെ കണക്ട് ആയിട്ടില്ല, സിങ്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഓൾമോസ്റ്റ് 1 കോടിയുടെ താഴെ കളക്ഷനായിട്ട് സിനിമ കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് വാനിഷ് ഔട്ട് ആയത്. അതുകൊണ്ട് എൻ്റെ പടം കാണാൻ ഞാൻ വെച്ചില്ല. നല്ലൊരു പ്ലോട്ടും കൂടി വേണം. വെറും ട്രാക്ക് മാത്രമാണെങ്കിൽ നമുക്ക് സ്പോട്ടിഫൈയിലോ യൂട്യൂബിലോ കേട്ടാൽ മതി. ഈ പടത്തിന്റെ മെയിൻ പ്രശ്നം അത് തന്നെയായിരുന്നു. വെറും ഹൈപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് OG, ഇങ്ങനെയാണ് OG. പക്ഷേ പടത്തിലോട്ട് വരുമ്പോൾ സിനിമ സെക്കൻഡ് ഹാഫ് ഒക്കെ വളരെ മോശമാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും എനിക്ക് ഓവറോളായിട്ട് ഫീൽ ചെയ്ത് ഈ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരു മുതുകളവൻ യങ്സ്റ്റേഴ്സിനെ വെച്ച് ചെയ്യുന്ന സിനിമ ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ പടത്തിൽ സംഭവിച്ചത്. നല്ല കിടിലൻ യങ്സ്റ്റേഴ്സിനെ വെച്ച് സിനിമ ചെയ്താൽ ഇനി വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന ഫ്യൂച്ചർ ഓഫ് നമ്മുടെ തെലുങ്ക് ഇൻഡസ്ട്രി സിനിമയ്ക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് സിനിമയിൽ കാഴ്ചവെക്കാൻ സാധിക്കത്തുള്ളൂ. ഈ മുതുകളവന്മാരെ വെച്ച് ഇനി ഒരുപാട് മണ്ടപ്പൊളി ബോംബ് സിനിമകൾ എടുത്തെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ ഈ സിനിമ പല സ്ഥലത്ത് റിലീസിന് കൊണ്ടുവന്നവർക്ക് നല്ല നഷ്ടം സമ്മാനിച്ചിട്ടുണ്ട്. എന്തായാലും അതാരും പറയത്തില്ല നഷ്ട കണക്ക്. എന്തായാലും പടത്തിന്റെ ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് ഞാൻ പറയാം. എന്തായാലും പടത്തിന്റെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ വരുന്ന ഒക്ടോബർ മാസം 23-ാം തീയതിയാണ് തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ സിനിമ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് പവൻ കല്യാൺ അല്ലെങ്കിൽ പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ ഒരു സിനിമയുടെ ഒഫീഷ്യലായ OTT റിലീസിനായിട്ട്, അതും ഒക്ടോബർ 23-ാം തീയതി. എത്ര പേരാണ് ഈ സിനിമ തിയേറ്ററിൽ കണ്ടവർ? പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഒരുപാട് സിനിമകളുടെ OTT റിലീസിനായിട്ട്. പക്ഷേ എല്ലാത്തിനും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ.